ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ സ്നാപക യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭ ഭാഗമാണ്. ഈ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെ നാം വായിച്ചാൽ ഒരു വലിയ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. ഈ ഒരു ഭാഗത്തെ വലിയ ഒരു പ്രസംഗമെന്ന് പറയുവാൻ കാരണം, ഇതിൽ ഒരു മനുഷ്യൻ്റെ രക്ഷയുടെ സന്ദേശം, അഥവാ ഒരു മനുഷ്യൻ രക്ഷപ്പെടുവാൻ, ആത്മരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ആവശ്യമായ ഉപദേശമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു വലിയ പ്രസംഗമായി വിളിക്കപ്പെടുന്നത്. ഈ വേദഭാഗത്തുള്ള പ്രധാന പദം മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. ഈ പദം യോഹന്നാൻ ഉപയോഗിക്കുന്നത് തിരിച്ചു വരിക എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ്. അഥവാ മാനസാന്തരം എന്നാൽ ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. എപ്പോഴാണ് മർത്യൻ ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയത്? അഥവാ എപ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ വിട്ട് ഉപേക്ഷിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കിത് കാണാം. ആദ്യ മാതാപിതാക്കൾ ആദം ഹവ്വ ദമ്പതികൾ, അവർക്ക് ദൈവം കൊടുത്ത പ്രമാണം, ദൈവം കൊടുത്ത കൽപ്പന, ദൈവം കൊടുത്ത ഉപദേശം അവർ തള്ളിക്കളഞ്ഞ് പിശാച് എന്ന പാമ്പ്, അഥവാ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് അവർക്ക് നൽകിയ ഉപദേശം അവർ സ്വീകരിക്കുകയായിരുന്നു. ഇവിടെ മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ തുടങ്ങി, ദൈവത്തിൻ്റെ വചനം ഉപേക്ഷിക്കുവാൻ തുടങ്ങി, ദൈവത്തെ വിട്ട് ഉപേക്ഷിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന മർത്യരിൽ ഭൂരിഭാഗവും ദൈവത്തെ വിട്ട് ഉപേക്ഷിക്കുവാൻ ആരംഭിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്, അഥവാ ദൈവപുത്രന് വഴിയൊരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാൻ ഇന്ന് തിരുവചനം ശ്രവിക്കുന്ന എല്ലാവരോടുമായി പറയുന്നത് മാനസാന്തരപ്പെടുവിനെന്നാണ്, അഥവാ തിരിച്ചു വരുവിനെന്നാണ്. ദൈവസന്നിധിയിലേക്കുള്ള തിരിച്ചുവരവ്. ആ തിരിച്ചുവരവിലൂടെയാണ് രക്ഷയുടെ ആനന്ദം മർത്യന് ലഭിക്കുന്നത്, നിത്യജീവൻ ലഭിക്കുന്നത്, സ്വർഗത്തിൽ യുഗാനുയുഗങ്ങൾ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ഇതാണ്
മാനസാന്തരം. ഇത് മനസ്സിന് വരുത്തുന്ന രൂപാന്തരമാണ്. അതിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് അനുതാപമാണ്. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുക, ദൈവസന്നിധിയിൽ അവ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. ദൈവപുത്രൻ്റെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുക. പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. ഇതെല്ലാം മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം സ്വീകരിച്ച എല്ലാ പേർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു